കിടപ്പേലെ ഇത്താക്ക് ചേട്ടനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ എന്നാത്തിനാടി എന്നെ കാണാൻ വരുന്നേ? കളക്ടറെ കണ്ട് എന്തോ കാര്യം സാധിക്കാനാ. ചേട്ടന് കളക്ടറെ നന്നായി അറിയുന്നത് കൊണ്ട് ചേട്ടനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാനാ. ചതിച്ചോ കർത്താവേ, കളക്ടറെ ഞാൻ അറിവെന്ന് ഒരിക്കൽ ഇത്താക്കിനോടൊന്ന് പറഞ്ഞു പോയി. നാശം. ഞാനിപ്പോ എന്നാ ചെയ്യാനാ? ചോ, നാണക്കേടാകുമല്ലോ. എന്തിനാ പൊങ്ങച്ചോൻ പറഞ്ഞു നടക്കുന്നേ? ഇപ്പം പുലിവാലായില്ലേ? അപ്പോഴത്തെ ആവേശത്തില് കളക്ടറെ എനിക്കറിയാവെന്ന് പറഞ്ഞുപോയി. പക്ഷേ കളക്ടർക്ക് എന്നെ അറിയാൻ മേലടാ. ഇനിയിപ്പൊ എന്നാ ചെയ്യും? തൽക്കാലം ചേട്ടന് തീരെ സുഖമില്ല, കിടപ്പിലാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാം. ആ, അത് കൊള്ളാം. എടിയേ, നമ്മുടെ ചെനപ്പേല ഇത്താക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരും. അയാൾ എന്നെ തിരക്കാൻ എനിക്ക് സുഖമില്ല, എണീക്കാൻ മേലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആ, എന്നെ കൊണ്ട് പറ്റിയല്ല കള്ളം പറയാൻ. അതെന്നാടി ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? നീ പറയുന്ന കേട്ടാ തോന്നുവല്ലോ ഒരിക്കലും കള്ളവേ പറഞ്ഞിട്ടില്ലെന്ന്. ആ, ഞാൻ എന്നാ കള്ളം പറഞ്ഞത്? എന്നതാ കള്ളം പറഞ്ഞതെന്നോ? ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ നീ കോളേജിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞതോടി. അതിലെന്നാ കള്ളം? ഞാൻ ചെറുപ്പത്തിൽ എക്സിബിഷൻ കാണാൻ കോളേജിൽ പോയിട്ടുണ്ട്. വടക്കേതിലെ കോഴി ഇവിടെ കേറി മുട്ടയിട്ടത് നീ എടുത്ത് തിന്നില്ലടി. അത് കോഴി ഇവിടെ വന്ന് മുട്ടയിട്ടതിന്റെ തറവാടകയാ. അല്ലാതെ ഞങ്ങളുടെ കുടുംബക്കാരൊന്നും നിങ്ങളെ പോലെ പൊങ്ങച്ചം പറഞ്ഞോണ്ട് നടക്കുകയല്ല. ഞങ്ങളെ സത്യമുള്ളവരാ. ഓ, ഒരു സത്യക്കാരൻ. നിന്റെ അപ്പം കള്ളപ്രമാണം ഉണ്ടാക്കി മിച്ചഭൂമി കയ്യേറിയതിന് കോടതി നിന്ന് ശിക്ഷ മേടിച്ചിട്ടില്ലേടി സത്യക്കാരി? എന്റെ അപ്പനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, തന്റെ അപ്പനാടോ കള്ളന്? എന്റെ അപ്പനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാ താൻ എന്നാ ചെയ്യോടോ? എന്നെ അങ്ങ് വിഴുങ്ങുവോ? വിഴുങ്ങുവോ തിന്നുവോന്ന് അപ്പ കാണാം. കള്ള കുടുംബം. തന്റെ അപ്പനാടോ കള്ളൻ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തോൻ കള്ളൻ കള്ളൻ കള്ളൻ. അയ്യോ, എന്നെ കൊന്ന് തന്നെ ഞാനിന്ന് ശരിയാ. ഇവിടെ ആരും ഇല്ലേ? എന്നാ വിശേഷം? നമ്മുടെ പ്രസിഡന്റ് ഇല്ലേ? ഒന്ന് കാണണമായിരുന്നു. അങ്ങേർക്കേ തീരെ സുഖമില്ല, ഒന്ന് എഴുന്നേക്കാൻ കൂടി മേല. നിങ്ങൾ പിന്നെ വാ. എന്തായാലും ചേട്ടത്തിക്ക് കള്ളം പറയേണ്ടി വന്നില്ല.